ഇനി നമുക്ക് പരിഗണിക്കേണ്ടത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, മുണ്ടശ്ശേരിക്ക് സംസ്കൃതത്തിൽ വലിയ പിടിപാടുണ്ടായിരുന്നില്ല. പാശ്ചാത്യ കാവ്യചിന്തയെ ആശ്രയിച്ചാണ് പ്രൊഫസർ മുണ്ടശ്ശേരി സാഹിത്യ വിമർശനങ്ങളെല്ലാം നടത്തിയിരുന്നത് എന്ന്. ഈ ധാരണ ചരിത്രപരമായി ശരിയല്ല. അദ്ദേഹം BA ക്ലാസ്സിൽ ഐച്ഛികമായി പഠിച്ചത് ഊർജതന്ത്രം, ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സംസ്കൃതവും മലയാളവും ഐച്ഛികമായി എടുത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പാസ്സാവുകയും ചെയ്തു. ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ MA കോഴ്സിന് ചേരുന്ന സമയത്ത് അദ്ദേഹം രാമഭട്ടർ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ പണ്ഡിതൻ്റെ അടുത്ത് ചെന്ന് സംസ്കൃതം പഠിച്ചു. ഗുരുമുഖത്തു നിന്ന് തന്നെ പരമ്പരാഗതമായ രീതിയിൽ മുണ്ടശ്ശേരി സംസ്കൃതം പഠിച്ചു എന്നതാണ് സത്യം. നിങ്ങൾ മുണ്ടശ്ശേരിയുടെ വിമർശനങ്ങൾ അല്പം സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വിമർശ ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടം, ആദ്യ ഘട്ടം മുഴുവൻ അദ്ദേഹം സാഹിത്യത്തിൻ്റെ വിലയിരുത്തലിന് ഉപയോഗിച്ചിരുന്നത് സംസ്കൃതത്തിലെ കാവ്യതത്വങ്ങളാണ് എന്ന് കാണാൻ കഴിയും. രസവും ധ്വനിയും അദ്ദേഹം ആവർത്തിച്ച് പരാമർശിച്ചു പോകുന്നത് നമ്മൾ കാണും. ആ വിമർശ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം അതിനെ ഒഴിവാക്കി യൂറോപ്യൻ കാവ്യചിന്തയിലെ തത്വങ്ങളിലേക്ക് കടക്കുന്നത് എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മുണ്ടശ്ശേരിയുടെ വിമർശന പദ്ധതിയിലേക്ക് കടക്കും മുമ്പ് ഓർക്കേണ്ട മറ്റൊരു കാര്യം, പ്രൊഫസർ മുണ്ടശ്ശേരിക്ക് കിട്ടിയ കാവ്യ സംസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹം കവിത്രയ കവിതയിൽ നിന്ന് ഉൾക്കൊണ്ട ഒന്നാണ്. കവിത്രയം മലയാള കവിതയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് വന്നത്. കാൽപ്പനികതയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു അത്. ഈ 3 കവികളെയും പ്രൊഫസർ മുണ്ടശ്ശേരി വളരെ ശ്രദ്ധാപൂർവം പഠിച്ചു. ശ്രദ്ധാപൂർവം പഠിക്കുകയും വളരെ ആഴത്തിൽ ആസ്വദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് സൃഷ്ടിച്ച ഒരു സംസ്കാരം എന്ന് പറയുന്നത് മുണ്ടശ്ശേരിയുടെ വിമർശന രീതികളിൽ, പ്രായോഗിക വിമർശനങ്ങളിലും സൈദ്ധാന്തികമായ നിലപാടുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞ ഭാരതീയമായ കാവ്യതത്വങ്ങളുടെ പ്രയോഗം എന്ന് പറയുന്നത് കാൽപ്പനിക കവിതയിൽ അത്ര സഫലമല്ല എന്ന തോന്നൽ എവിടെയോ വെച്ച് അദ്ദേഹത്തിനുണ്ടായി. നമ്മൾ ഓർമ്മിക്കുക, രസം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ആഖ്യാനം, കഥയുള്ള ഒരു കാവ്യത്തിലാണ് ഫലപ്രദമായി നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക. നേരെ മറിച്ച് ഒരു ഭാവഗീതത്തിലേക്ക് ചെല്ലുമ്പോൾ, ഒരു ഭാവാത്മകമായ ഖണ്ഡകാവ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടുളവാക്കുന്ന ഒന്നായി മാറും എന്ന് തീർച്ച. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, കരുണയുടെ രസമെന്ത് എന്ന ചിന്ത ഇവിടെ വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശാന്തമാണ് എന്ന് ചിലർ പറഞ്ഞു, അതല്ല അത് ശൃംഗാരമാണ് എന്ന് വേറെ ചിലർ പറഞ്ഞു. വാസ്തവത്തിൽ ഇതിലേതാണ് എന്ന് ഉറപ്പിക്കാൻ ഒരു നിവൃത്തിയുമില്ല. രസത്തിൻ്റെ തത്വം നമുക്കറിയാഞ്ഞതുകൊണ്ടല്ല ഈ അപകടം സംഭവിച്ചത്. കരുണ പോലുള്ള ഒരു ഭാവാത്മക കാവ്യത്തിലേക്ക് എത്തുമ്പോൾ, കാൽപ്പനികമായ കാവ്യത്തിലേക്ക് എത്തുമ്പോൾ ശൃംഗാരം എന്ന് പറയുന്ന പഴയ സങ്കല്പം അപ്രസക്തമാകുന്നു എന്ന സത്യം നാം തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. അവിടെ അനുരാഗമേ ഉള്ളൂ, ശൃംഗാരമില്ല. ശൃംഗാരവും അനുരാഗവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വളരെയധികം ആദർശവൽക്കരിക്കപ്പെടുമ്പോൾ മാത്രമേ ശൃംഗാരത്തിന് ശരിക്കു പറഞ്ഞാൽ ഈ അനുരാഗം എന്ന് വന്ന സങ്കല്പത്തിൻ്റെ അടുത്തെങ്കിലും എത്താൻ കഴിയൂ എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാനിതിവിടെ പറഞ്ഞത്, ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മുണ്ടശ്ശേരിക്ക് മനസ്സിലായി ഈ ഭാരതീയമായ കാവ്യചിന്തയെ ആ നിലയ്ക്ക് തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് സാഹിത്യ കൃതികളിൽ പ്രയോഗിക്കാൻ സാധ്യമല്ല, വളരെ വിഷമം പിടിച്ച കാര്യമാണത് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാരതീയ കാവ്യചിന്തയെയും പാശ്ചാത്യ കാവ്യചിന്തയെയും സമന്വയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ താത്വിക ഗ്രന്ഥം എന്ന് പറയാവുന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ അദ്ദേഹം ചെയ്യുന്നത് അതാണ്. കാവ്യപീഠിക അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കൃതിയാണത്. മുണ്ടശ്ശേരിക്ക് അതിനൊരു കാരണം പറയാനുണ്ടായിരുന്നു.
മനുഷ്യൻ്റെ അടിസ്ഥാന വാസനകൾ ഏത് നാട്ടിലും എവിടെയും ഒന്നായിരിക്കുമ്പോൾ ആ അടിസ്ഥാന വാസനകളിൽ നിന്ന് രൂപപ്പെടുന്ന സാഹിത്യത്തെ വിവരിക്കാനുള്ള തത്വങ്ങൾക്ക് ഏതാണ്ട് ഒരു സാദൃശ്യമുണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല എന്നതാണ്. ആ സങ്കല്പം വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാവ്യപീഠിക എഴുതുന്നത്. കാവ്യപീഠികയിൽ ഏറ്റവും കാതലായ ഭാരതീയ കാവ്യതത്വങ്ങളെയും പാശ്ചാത്യമായ കാവ്യതത്വങ്ങളെയും സമന്വയിക്കാൻ തുടങ്ങുമ്പോൾ കുറേയധികം ലിബറൽ മനോഭാവം, വിട്ടുവീഴ്ച മനോഭാവം മുണ്ടശ്ശേരി കാണിച്ചു എന്നത് സത്യമാണ്. ഭാരതീയ കാവ്യചിന്ത വളരെ കൃത്യമാണ് എന്ന് നമുക്കറിയാം. അവിടെ വിട്ടുവീഴ്ചയ്ക്ക് ഭാരതീയ ചിന്തകന്മാർ അനുവദിക്കുകയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ മുണ്ടശ്ശേരി ആ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട തത്വങ്ങളെയും സമന്വയിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം രസത്തിൻ്റെ സങ്കല്പത്തിന് മാറ്റം വരുത്തി. രസം എന്ന് പറയുമ്പോഴത്തേക്ക് വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന് പറഞ്ഞ് നമ്മൾ പഴയ കാരികയും ചൊല്ലി അതിലെ ഓരോന്നും നിർവചിക്കാൻ തുടങ്ങും. മുണ്ടശ്ശേരി പറയുന്ന അതല്ല. അതിനെ അദ്ദേഹം പാശ്ചാത്യ ചിന്തയുമായി സമന്വയിപ്പിച്ചിട്ട് വളരെ ലളിതമായി പറഞ്ഞു, തക്ക സന്ദർഭത്തിൽ തക്ക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക, ഇതാ അവിടെ തന്നെയാണ് രസനിഷ്പത്തി എന്ന് അദ്ദേഹം പറയും. ഈ സമന്വയത്തിലൂടെ സങ്കീർണമായ രസസിദ്ധാന്തത്തെ ഏത് കാവ്യത്തിലും പ്രയോഗിക്കാവുന്ന അടിസ്ഥാന തത്വമാക്കി അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ ശ്രദ്ധേയമായ കുറേ അധികം വിമർശനങ്ങൾ നമുക്ക് കിട്ടിയത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുണ്ടശ്ശേരിയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്ന് ഈ പുസ്തകമാണ്, കാവ്യപീഠികയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുണ്ടശ്ശേരിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നത് CP അച്യുതമേനോൻ ചെയ്തതുപോലെ തന്നെ പ്രബലമായിരുന്ന നിയോ ക്ലാസിക് ഭാവുകത്വത്തിനെതിരെ ശക്തമായി കലാപം കൂട്ടുക എന്നുള്ളതായിരുന്നു. ആ നിയോ ക്ലാസത്തിൻ്റെ പരീക്ഷയ ദശയിലായിരുന്നു. നിയോ ക്ലാസത്തിൻ്റെ ശീലങ്ങൾ ചുമന്നുകൊണ്ടുവന്ന കവികളെയെല്ലാം അദ്ദേഹം തള്ളിപ്പറഞ്ഞു. അവിടെ നിന്ന് മുന്നോട്ട് പോയ കവികളെ അദ്ദേഹം വാഴ്ത്തുകയും ചെയ്തു. കവിത്രയത്തിൽ തന്നെ അന്തസ്സംഘർഷം നിറഞ്ഞ ആശാൻ്റെ കവിതയെ അദ്ദേഹം അംഗീകരിച്ചു. അതേസമയത്ത് നിയോ ക്ലാസിക് പ്രവണതകൾ ധാരാളം പ്രകടിപ്പിക്കുന്ന ഉള്ളൂരിൻ്റെ കവിതയെ അദ്ദേഹം തള്ളിപ്പറയുക തന്നെ ചെയ്തു. പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് വള്ളത്തോൾ എങ്കിലും വള്ളത്തോളിലെ ദേശീയത അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്നും മുണ്ടശ്ശേരി പറഞ്ഞത് നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ഈ പറഞ്ഞ നിയോ ക്ലാസത്തിനെതിരെയുള്ള സമരമാണ് ശരിക്കു പറഞ്ഞാൽ AR രാജരാജവർമ്മയുടെ സാഹിത്യ ജീവിതത്തെ പുരസ്കരിച്ച് രാജരാജൻ്റെ മാറ്റൊലി എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ മുണ്ടശ്ശേരിയെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഏതാണ്ട് കാലത്തിൻ്റെ കണ്ണാടി വരുമ്പോൾ മുണ്ടശ്ശേരിയുടെ കാഴ്ചപ്പാടിന് അടിസ്ഥാനപരമായ മാറ്റം വരുന്നു. കാലത്തിൻ്റെ കണ്ണാടിയുടെ അവതാരികയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ സമീപനത്തിൽ മാറ്റം വന്നുവെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ മാറ്റം വന്നു, എങ്കിലും അടിസ്ഥാനപരമായി മാറ്റം വന്നു എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ വാസ്തവത്തിൽ ടെയ്നിനെ, ഈ മുണ്ടശ്ശേരിയെ ബാധിച്ചത് ടെയ്നിൻ്റെ ഒരടിസ്ഥാന സിദ്ധാന്തമാണ്. റേസ്, ബിലീവ്, ടൈം. ഇതാണ് വാസ്തവത്തിൽ എഴുത്തുകാരൻ്റെ സൃഷ്ടിക്കുന്നത്. ആ വർഗസ്വഭാവം, രണ്ടാമത് ജീവിച്ചിരുന്ന കാലഘട്ടം, മൂന്നാമത് ആ കാലഘട്ടത്തിലെ സവിശേഷമായ സാഹചര്യങ്ങൾ, ഇതെല്ലാം കൂടിയാണ് കവിയെ എഴുത്തുകാരൻ്റെ സൃഷ്ടിച്ചത് എന്ന അഡോൾഫ് ടെയ്നിൻ്റെ വാദം പ്രൊഫസർ മുണ്ടശ്ശേരിക്ക് വളരെ ഹിതകരമായി തോന്നി. അതിൻ്റെ ഫലമായി സാഹിത്യത്തെയും സാഹിത്യകൃതിയെയും ചരിത്ര പശ്ചാത്തലത്തിൽ നിർത്തി പഠിക്കാനുള്ള വെമ്പൽ അദ്ദേഹത്തിനുണ്ടാവുകയും ചെയ്തു. കാലത്തിൻ്റെ കണ്ണാടിയിലെ എല്ലാ പ്രബന്ധങ്ങൾക്കകത്തും അടിസ്ഥാനപരമായി അദ്ദേഹം ചെയ്യുന്നത് അതാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഇവിടെ നിന്ന് ഈ മാർസിയൻ ദർശനത്തിലേക്ക് പോകാനുള്ള വഴി വളരെ സുഗമമാണ് എന്ന് നമുക്ക് പറയാം. ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് പ്രൊഫസർ മുണ്ടശ്ശേരി ഒരു മാർക്സിസ്റ്റ് നിരൂപകനായിരുന്നു എന്ന്. അദ്ദേഹം മാർക്സിസ്റ്റ് നിരൂപകനായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് ജോർജ് ലൂക്കാച്ച് വരെയുള്ള
മാർസിയൻ ദർശനം ഭംഗിയായി അറിയാമായിരുന്നു എന്നതാണ്. അദ്ദേഹം മാർസിസത്തിൻ്റെ രസഗംഗാധരം എന്ന പ്രബന്ധം എഴുതുമ്പോൾ ഈ പറഞ്ഞ മാർസിയൻ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവനും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തോടും ജീവിതത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ മാർസിയൻ ദർശനത്തിൻ്റെ സ്വാധീനതയിൽ നിന്ന് ഉണ്ടായതാണ് എന്നും ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പുരോഗമന പ്രസ്ഥാനം ശക്തമായി വളർന്ന കാലത്ത് അതിൻ്റെ മുൻനിരയിൽ നിന്ന ആളാണ് പ്രൊഫസർ മുണ്ടശ്ശേരി എന്ന് നമ്മൾ ഓർമ്മിക്കുക. പക്ഷേ പ്രൊഫസർ മുണ്ടശ്ശേരിയെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് തള്ളിപ്പറയേണ്ടി വന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുരോഗമന പ്രസ്ഥാനം സാഹിത്യത്തിൻ്റെ അന്തർഭാവത്തിന് കൽപ്പിച്ച അത്ര പ്രാധാന്യം അതിൻ്റെ രൂപശില്പത്തിന് കൽപ്പിച്ചില്ല എന്നതാണ്. നിങ്ങൾ വിപ്ലവകരമായ ആശയമാണ് ആവിഷ്കരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പുരോഗമനപരമായ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ, ആവിഷ്കാരത്തിന് ചില്ലറ പാളിച്ചകൾ സംഭവിച്ചാൽ കുഴപ്പമില്ല എന്നൊരു നിലപാടാണ് പ്രേംചന്ദ് തൊട്ട് EMS നമ്പൂതിരിപ്പാട് വരെ ഉണ്ടായിരുന്ന അന്നത്തെ മാർസിയൻ വിമർശകന്മാർ സ്വീകരിച്ചിരുന്നത്. ഇതിനോട് യോജിക്കാൻ പ്രൊഫസർ മുണ്ടശ്ശേരിക്ക് കഴിഞ്ഞില്ല, MB പോളിന് കഴിഞ്ഞില്ല, ആ കാലഘട്ടത്തിലെ പ്രമുഖരായ പല വിമർശകർക്കും കഴിഞ്ഞില്ല. അവർ അങ്ങനെ പുരോഗമന പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റി പോവുകയും ചെയ്തു. മുണ്ടശ്ശേരി ആവർത്തിച്ച് പറഞ്ഞു, നമുക്ക് അന്തർഭാവം ഫലപ്രദമായി അനുവാചകരിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് ഭദ്രമായ ഒരു രൂപം ഉണ്ടായേ തീരുവെന്ന്. രണ്ടിടങ്ങഴിക്ക് അവതാരിക എഴുതിയപ്പോൾ ആ സൂചന അദ്ദേഹം നൽകി. അത് വലിയൊരു ചർച്ചാവിഷയമായി മാറി. രൂപഭദ്രതാവാദം എന്ന പേരിലുള്ള ഒരു ചർച്ചയായി മാറി. മുണ്ടശ്ശേരിയെ തിരിച്ചറിയാത്ത, രാഷ്ട്രീയത്തോട് കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ചിന്തകന്മാർ അദ്ദേഹത്തെ ഇരട്ടപ്പേരിട്ട് വിളിക്കാൻ തുടങ്ങി. രൂപഭദ്രൻ എന്ന ഇരട്ടപ്പേരിട്ട് വിളിക്കാൻ തുടങ്ങി. മുണ്ടശ്ശേരി അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുസ്തകം എഴുതി, രൂപഭദ്രത എന്ന പേരിൽ. രൂപഭദ്രത എന്നതുകൊണ്ട് താൻ വിവക്ഷിക്കുന്നത് എന്താണെന്നും ആ രൂപഭദ്രത എങ്ങനെയാണ് സാഹിത്യത്തിൽ പ്രസക്തമാകുന്നത് എന്നുമുള്ള കാര്യമാണ് അദ്ദേഹം അതിൽ ചർച്ച ചെയ്തത്. നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, മലയാളത്തിൽ സാഹിത്യത്തിൻ്റെ രൂപഭാവങ്ങളുടെ സംപൃക്തതയെപ്പറ്റിയുള്ള ചർച്ച തുടങ്ങി വയ്ക്കുന്നത് ഈ രൂപഭദ്രതാവാദത്തോടു കൂടിയാണ്. അത് പിന്നെ ഈ MB പോളിനെ പോലുള്ള ചിന്തകന്മാർ എടുക്കുകയും അതിനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. നിയോ ക്ലാസത്തിൻ്റെ ഒരു വലിയ ദൗർബല്യമാണ് രൂപവും അന്തർഭാവവും തമ്മിലുള്ള വിഘടനം എന്ന് പറയുന്നത്. അത് പരിപൂർണമായി ഇല്ലാതായിത്തീരുന്നത് ഒരു പക്ഷേ റൊമാൻറ്റിക് സാഹിത്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് എന്ന് നമുക്ക് പറയാം. മുണ്ടശ്ശേരിയൊക്കെ അറിഞ്ഞോ അറിയാതെയോ റൊമാൻറ്റിസത്തിൻ്റെ പതാകാവാഹകരായി മാറിയത് ഈ സാഹിത്യത്തിൻ്റെ രൂപഭാവ സമന്വയത്തെപ്പറ്റിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ പേരിലാണ് എന്നെനിക്ക് തോന്നുന്നു. മുണ്ടശ്ശേരി ഈ പാശ്ചാത്യ വിമർശന തത്വങ്ങൾ സ്വീകരിച്ചു. ആദ്യകാലത്ത് ഭാരതീയമായ കാവ്യചിന്തയിലെ തത്വങ്ങളെ മുൻനിർത്തി വിമർശിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ സത്യമാണ്. പക്ഷേ മുണ്ടശ്ശേരിക്ക് മുണ്ടശ്ശേരിയുടേത് മാത്രമായ ഒരു സാഹിത്യ ദർശനമുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം മലയാള വിമർശനത്തിലെ ഒരു കുലപതിയായി മാറുന്നത്. നമുക്ക് നോക്കാം എന്താണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ പൊരുൾ എന്ന്. മുണ്ടശ്ശേരി സാഹിത്യം വിമർശിക്കുമ്പോഴെല്ലാം ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ക്രിയാവിചിത്രമായ ജീവിതം എന്നത്. ക്രിയാവിചിത്രമായ ജീവിതമാണ് കവിതയിൽ, സാഹിത്യത്തിൽ ആവിഷ്കരിക്കേണ്ടത് എന്ന് മുണ്ടശ്ശേരി നമ്മളോട് പറയും. എന്താ ക്രിയാവിചിത്രം എന്ന് പറഞ്ഞാൽ? സംഭവപ്രധാനമായ, സംഭവബഹുലമായ ജീവിതമാണ് നാം സാഹിത്യത്തിൽ ആവിഷ്കരിക്കേണ്ടത്. ജീവിതം എന്ന് പറയുമ്പോൾ മുണ്ടശ്ശേരിയുടെ മനസ്സിൽ വരുന്നത് സംഭവബഹുലമായ ജീവിതമാണ്. ആ ക്രിയാവിചിത്രമായ ജീവിതത്തെ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടിലൂടെ നാടകീയമായി ആവിഷ്കരിക്കുമ്പോൾ ഉത്കൃഷ്ടമായ സാഹിത്യമുണ്ടാകുന്നുവെന്നാണ് മുണ്ടശ്ശേരി വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത് ക്രിയാവിചിത്രമായ ജീവിതം.
അതിൻ്റെ പേരിലാണ് കവിത്രയത്തെ അദ്ദേഹം അംഗീകരിച്ചത്. കവിത്രയത്തിൽ തന്നെ ആശാൻ്റെ കവിതയെ അദ്ദേഹം വാഴ്ത്തിയത് അതിൽ ക്രിയാവിചിത്രമായ ജീവിതമുണ്ട് എന്ന പേരിലാണ്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ആശാൻ ജീവിതത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ ക്രിയാവിചിത്രമായ ജീവിതം ഒരു പ്രധാനപ്പെട്ട മൂല്യമായി, തത്വമായി മാറുന്നു. രണ്ടാമത്, പുരോഗമനപരമായ കാഴ്ചപ്പാട് വേണം. അവിടെയാണ് മാർസിയൻ കാഴ്ചപ്പാടിൻ്റെ സംസ്കാരം മുണ്ടശ്ശേരിയിലേക്ക് വരുന്നത്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും പരമാവധി നന്മ കിട്ടുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് സമൂഹത്തെ ഉടച്ചു വാർക്കാൻ പ്രേരണ നൽകുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മുണ്ടശ്ശേരി ആ വാക്ക് ഉപയോഗിച്ചത്. നിങ്ങൾ പ്രയാണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലഘുലേഖ വായിച്ചാൽ, സ്റ്റണ്ടുകൾ എന്ന് പറയുന്ന ചെറിയ ലഘുലേഖ വായിച്ചാൽ ഈ കാര്യം വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. മുണ്ടശ്ശേരി പറയുന്നു, പുരോഗമനപരമായ വീക്ഷണം ഉണ്ടായേ തീരൂ. അദ്ദേഹത്തിന് നല്ല പ്രയോഗമുണ്ട്, അറുപഴഞ്ചൻ. ഉള്ളൂരിനെ പറ്റി പറയേണ്ടി വന്നാൽ അദ്ദേഹം പറയും ഒരു അറുപഴഞ്ചൻ മൂല്യങ്ങളുടെ ആളാണ്. അവിടെ പുരോഗമനപരമായ ഒരു വീക്ഷണമില്ല എന്നുള്ളത് ഉള്ളൂരിൻ്റെ പരിമിതിയായി മുണ്ടശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്, നാടകീയമായ ആവിഷ്കരണം. ഈ നാടകീയമായ ആവിഷ്കരണം എന്ന് പറയുന്നതിനും മുണ്ടശ്ശേരി വളരെയധികം പ്രാധാന്യം കൊടുത്തു. കല രൂപമെടുത്തത് തന്നെ പ്രാകൃതമായ നാടക രൂപത്തിലായിരുന്നുവെന്നും കല സഫലമായി തീരുന്നത് അത് നാടകീയമാകുമ്പോഴാണെന്നും സാഹിത്യത്തിൻ്റെ സംവേദനക്ഷമത പരമാവധിയാകുന്നത് അത് നാടകീയമാകുമ്പോഴാണെന്നും അദ്ദേഹം വാദിച്ചു. നാടകാന്തം കവിത്വം എന്ന പഴയ സങ്കല്പത്തെ മുണ്ടശ്ശേരി നിർവചിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു കവിയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ രചന അയാളുടെ നാടകമായിരിക്കുമെന്നാണ് ആ ആഭാണകത്തിൻ്റെ പഴയ സങ്കല്പം. മുണ്ടശ്ശേരി അത് തിരുത്തി അദ്ദേഹം പറഞ്ഞു, ഒരു കല ഉത്കൃഷ്ടമായി തീരുന്നത്, ഒരു കല സഫലമായി തീരുന്നത് അത് നാടകീയമാകുമ്പോഴാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഓർക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്, അതിതാണ്, മുണ്ടശ്ശേരി നാടകീയത എന്ന് പറയുമ്പോൾ മുണ്ടശ്ശേരിയുടെ മനസ്സിലുണ്ടായിരുന്നത് സംഘർഷാത്മകത എന്നല്ല. പാശ്ചാത്യ വിമർശനം എപ്പോഴും നാടകീയതയെ നിർവചിക്കുന്നത് ഈ സംഘർഷാത്മകത എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് മുണ്ടശ്ശേരിക്ക് ആശാൻ കവിതകളെ ധാരാളമായി പുകഴ്ത്തിയപ്പോഴും ആശാൻ അനുഭവിച്ച അന്തഃസംഘർഷത്തെപ്പറ്റി കാര്യമായി ഒന്നും പറയാൻ ഇടവരാതിരുന്നത്. അദ്ദേഹം നാടകീയതയ്ക്ക് ഉദാഹരിക്കുന്നത് കരുണയിലെ ആദ്യത്തെ രംഗത്തിൻ്റെ ചിത്രീകരണമാണ്. തിയേട്രിക്കൽ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാവുന്ന ദൃശ്യപ്രതീതി ഉണ്ടാക്കുന്ന ആവിഷ്കരണ രീതി എന്നുള്ള അർത്ഥത്തിലാണ് മുണ്ടശ്ശേരി പ്രാധാന്യേന ഈ നാടകീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ ഈ മൂന്ന് തത്വങ്ങൾ, ഒന്ന് ക്രിയാവിചിത്രമായ ജീവിതമുണ്ടാവുക, രണ്ടാമത് പുരോഗമനപരമായ ഒരു വീക്ഷണമുണ്ടാവുക, മൂന്നാമത് ഈ പറഞ്ഞ നാടകീയമായി അത് അവതരിപ്പിക്കാൻ കഴിയുക. ഇവിടെയാണ് പ്രൊഫസർ മുണ്ടശ്ശേരി കലയുടെ വിജയം എന്താണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ മൂന്ന് തത്വങ്ങളും നിങ്ങൾക്ക് ആഖ്യാനാത്മകമായ കാവ്യങ്ങളിലാണ് പ്രയോഗിക്കാൻ കഴിയുക. ഒരു ഭാവഗീതം എടുത്തിട്ട് അതിലെ ക്രിയാവിചിത്രമായ ജീവിതം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു ഭാവഗീതത്തിൽ ഒന്നിലേറെ സംഘർഷാത്മകമായ ഭാവങ്ങൾ സമന്വയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഈ സംഘർഷാത്മകതയിൽ നിന്നുണ്ടാവുന്ന നാടകീയത എന്ന് പറയുന്നത് അതിനകത്തുണ്ടാവൂ എന്ന് നമുക്കറിയാം. മുണ്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഭാവഗീതങ്ങളെ തള്ളിപ്പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഭാവഗീതങ്ങളിൽ ജീവിതമില്ല, ക്രിയാവിചിത്രമായ ജീവിതമില്ല. ശങ്കരക്കുറുപ്പിൻ്റെ കവിതയെ അദ്ദേഹം തള്ളിപ്പറയുന്നു. ശങ്കരക്കുറുപ്പിൻ്റെ കവിത ഏത് നല്ല കവിതയേക്കാളും മികച്ചതാണല്ലോ വയലാറിൻ്റെ ഇത്താപ്പിരി എന്ന് പറയുമ്പോൾ ഇത്താപ്പിരിയിലെ കഥയിലാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ഒരു പരിമിതിയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഭാവഗീതങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പലപ്പോഴും മുണ്ടശ്ശേരിക്ക് കഴിയുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയ്ക്ക് അദ്ദേഹം എഴുതിയ വ്യാഖ്യാനം എന്ന് പറയുന്നത്. എൻ വി കൃഷ്ണവാര്യരുടെ
സറ്റയറുകളുടെ എല്ലാം ആദ്യത്തെ തലം മാത്രം കാണുകയും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. കൊച്ചുതോമനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ഓർക്കുക. കൊച്ചുതോമൻ ഒരു വളരെ ഭേദപ്പെട്ട പ്രണയകാവ്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് വാസ്തവത്തിൽ മുണ്ടശ്ശേരി ആ കാവ്യത്തെ വിശകലനം ചെയ്യുന്നത്. കൊച്ചുതോമൻ കാൽപ്പനിക പ്രണയത്തിന് നേരെയുള്ള ഒരു പൊട്ടിച്ചിരിയാണ്, പരിഹാസച്ചിരിയാണ് എന്ന സത്യം മുണ്ടശ്ശേരിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഭാവഗീതങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അകൽച്ചയെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഘട്ടം കഴിഞ്ഞു വീണ്ടും മുണ്ടശ്ശേരി പറഞ്ഞു, ഇനി വൃത്തബദ്ധമായ കവിതയ്ക്ക് കാര്യമായ പ്രസക്തിയൊന്നുമില്ല. ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നത് ഗദ്യത്തിനാണ്, നോവലുകൾക്കും ചെറുകഥകൾക്കുമാണ്. അങ്ങനെ ഗദ്യത്തിൻ്റെയും അതുപോലെ നോവലുകളുടെയും സുവർണഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നും അദ്ദേഹം നമ്മളോട് ചൂണ്ടിക്കാണിച്ചു. ഒരു പക്ഷേ ഇതൊക്കെ കുറേയൊക്കെ നമ്മളിൽ വിപ്രതിപത്തി ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. മുണ്ടശ്ശേരി അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ മോഡേണിസത്തെയും തള്ളിപ്പറഞ്ഞു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അദ്ദേഹത്തിൻ്റെ ഈ കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും കവിതാ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ മുണ്ടശ്ശേരിയുടെ സാഹിത്യ സംസ്കാരത്തിന് ഈ പുതിയ സാഹിത്യത്തിലെ പ്രവണതകളെ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് ടെക്നിക്കിലുള്ള പരീക്ഷണങ്ങളാണ്, അല്ലാതെ അന്തർഭാവപരമായ പ്രത്യേകതയൊന്നും അവിടെ ചൂണ്ടിക്കാണിക്കാനില്ല, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടി കാതലായ ഒരു ആർഗ്യുമെൻ്റ് അദ്ദേഹം മോഡേണിസത്തിനെതിരായി കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പും അല്ല, തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ് നമുക്ക് അനുകരണീയമായി തീരേണ്ടത്. സാഹിതീയമായ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ രണ്ട് ഭാഗങ്ങളും അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒന്നല്ല. നേരെ മറിച്ച് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ് നമുക്ക് അംഗീകരിക്കാവുന്നത്. അവിടുത്തെ ഭാവുകത്വത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് പറയുമ്പോൾ പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ കാഴ്ചപ്പാട് കൂടുതൽ സൂക്ഷ്മമാകുന്നു എന്ന് നമുക്ക് പറയാം. വളരെ സങ്കീർണമായ ഒരു സാഹിത്യ ജീവിതമാണ് പ്രൊഫസർ മുണ്ടശ്ശേരിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണുന്നു. സാഹിത്യത്തിലെ പുതിയ പല തുറസ്സുകളും അദ്ദേഹം നമുക്ക് തരികയും ചെയ്തു. മലയാള വിമർശനത്തിലെ ശ്രദ്ധേയനായ ഒരു കുലപതിയായി മുണ്ടശ്ശേരിയെ നമുക്ക് അംഗീകരിക്കാം.